ഞാൻ ടീച്ചറുടെ ഒപ്പന പറഞ്ഞു എന്റെ കാര്യത്തിലാണ് പറയാൻ നിൽക്കരുത്. ടീച്ചറെ നോക്കുക കൊല്ലണ. മിസ്സേ, ഞങ്ങള് മിസ്സിനെ നോക്കി വരികയായിരുന്നു. ഒരു കാര്യം പറയാനുണ്ട്. എന്താ മക്കളെ പറ. മിസ്സേ വേറൊന്നുമല്ല, ടെണ്ണയിലെ വിഷ്ണു വന്ന് പിള്ളേർക്കൊക്കെ ഏതാണ്ട് പൊടികളൊക്കെ കൊടുക്കുന്നുണ്ട്. ആണോ മിസ്സേ? അത് മാത്രമല്ല, കുട്ടികളുടെ കയ്യിൽ നിന്ന് കാശും മേടിക്കുന്നുണ്ട്. സത്യമാണോ നിങ്ങൾ പറയുന്നത്? എന്താ മിസ്സേ? അല്ല ടീച്ചറെ, മറ്റേ ടെണ്ണയിലെ വിഷ്ണു ഇല്ലേ, അവൻ ആർക്കൊക്കെ എന്തൊക്കെയോ പൊടികൾ കൊടുക്കുന്നെന്നോ പൈസ വാങ്ങിക്കുന്നെന്നോ ഏതാണ്ടൊക്കെ പറയുന്നു കുട്ടികൾ. നിങ്ങൾ കണ്ടോ? അതേ മിസ്സേ, ഞങ്ങൾ കണ്ടയാ. കുറെ ആയി മിസ്സേ, ഇടനാഴിയിലും ബാത്റൂമിന്റെ പുറയിലും ഒക്കെ ഇതിന്റെ കച്ചവടം നടക്കുന്നുണ്ട്. എനിക്ക് അവനെ ചെറിയൊരു സംശയമുണ്ട്. അവൻ ഈ ഇടയായിട്ടും മറ്റു കുട്ടികളെ വിളിച്ച ബാത്റൂമിന്റെ പുറവശത്തൊക്കെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒന്ന് രണ്ട് വട്ടം. ശരി മക്കളെ, നിങ്ങൾ ക്ലാസ്സിൽ പൊക്കോ. ഇത് തൽക്കാലം ഇനി ആരോടും പറയാൻ നിൽക്കണ്ട കേട്ടോ, വീട്ടിലും പറയണ്ട. ഇല്ല, ക്ലാസ്സിൽ പൊക്കോ. ടീച്ചർ നിന്നെ ഇതിലൊരു തീരുമാനം ഉണ്ടാക്കിട്ട് പോയച്ചാ മതി. എന്റെ ചെറുക്കന്റെ പുറമെല്ലാം തല്ലിപ്പൊളിച്ച് വെച്ചേക്ക. വീട്ടിൽ ഭർത്താവിന്റെ കലിപ്പുണ്ടെങ്കിൽ അവനോടല്ല തീർക്കേണ്ടത്. നിങ്ങൾ കാര്യം പറഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത്. കാര്യമൊക്കെ അറിഞ്ഞ് അവൻ പറഞ്ഞല്ലോ എന്നോട്. ഇവൻ നിങ്ങളോട് എന്താ പറഞ്ഞത്? നിങ്ങൾ എന്താ അറിഞ്ഞേ? നിങ്ങൾ കുറച്ച് സമാധാനത്തെ സംസാരിക്കും. നിങ്ങൾ ഇന്നലെ ഓഫീസിൽ നിന്ന് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ? നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാഫ് ഇരിക്കാം. എനിക്കൊന്നും സംസാരിക്കാനില്ല. എന്നെ ഓഫീസിൽ നിന്ന് വിളിപ്പിച്ചില്ല, ഞാൻ വരും. എന്റെ ചെറുക്കന്റെ പുറം തല്ലിപ്പൊളിച്ച് പിന്നെ ഞാൻ വരാതിരിക്കോ? ഇവിടെ പഠിക്കാനോ വിട്ടത്, നിങ്ങളുടെ തല്ലുകൊള്ളാനാണ് വിട്ട ഞാൻ. നിങ്ങൾ എന്നറിഞ്ഞിട്ട് ടീച്ചറോട് ചൂടാതെ? നിങ്ങളുടെ മോനെന്തോ വീട്ടിൽ വന്ന് പറഞ്ഞത്? അവനെല്ലാം പറഞ്ഞ്, അവനാ വരാൻ ഒച്ച വെച്ചെന്നും പറഞ്ഞ അവന്റെ പുറം തല്ലിപ്പൊളിച്ച് എന്നോടെല്ലാം പറഞ്ഞു. അതൊന്നും അല്ല നടന്നത്, മനസ്സിലാക്ക്. നിങ്ങളുടെ മോനെ സ്കൂളിൽ വരുന്ന പഠിക്കാനല്ല, അവന് മയക്കുമരുന്ന് കച്ചവടമാ. പിള്ളേരെ മൊത്തം പിഴപ്പിക്കുക അവന്റെ പരിപാടി. മയക്കുമരുന്ന് കച്ചവടോ? നിങ്ങൾ എന്താ പറയുന്നത്? എന്റെ മോനെ അങ്ങനൊന്നും അല്ല വളർത്തിയത്. അവനങ്ങനൊന്നും ചെയ്തിട്ടില്ല. മയക്കുമരുന്ന് കച്ചവടോ? എല്ലാ രക്ഷിതാക്കളും ഇത് തന്നെയാ പറയുന്നത്. അവൻ സ്കൂളിൽ നിന്ന് വരുമ്പോഴേ അവന്റെ ബാഗൊക്കെ ഒന്ന് പരിശോധിക്കണം. അവന്റെ ബാഗിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന്, അവൻ ആരോടാ കൂട്ടുകൂടുന്നത്, ആരെയാ കാണാൻ പോകുന്നത്, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇതൊക്കെ രക്ഷിതാക്കളുടെ കടമയാ, മനസ്സിലാക്കേ? മാഷ് പറഞ്ഞത് സത്യമാണ്. ഇവൻ ഇതിന്റെ ബിസിനസ് ഉണ്ട്. ഇന്നലെ ഏതാ ടീച്ചർ കണ്ടുപിടിച്ചെന്നറിഞ്ഞപ്പോ ഇവൻ ആ ടീച്ചറിനെ കൊല്ലാൻ നോക്കി. ഞാനും മാഷ് ഓടി വന്നില്ലായിരുന്നുണ്ടെങ്കിൽ ഇന്ന് ആ ടീച്ചർ ജീവിച്ചിരിപ്പുണ്ടാവില്ലായിരുന്നു. സത്യത്തിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? നീ എന്റെ ചെറുക്കനെ മയക്കുമരുന്ന് കേസിൽ പ്രതിയാക്കണേ? പ്രതിയാക്കി ജയിലിൽ അടയ്ക്കണോ? നിങ്ങൾക്ക് എന്താ അവനോട് ഇത്ര ദേഷ്യം? നിങ്ങളോട് അവൻ എന്താ ചെയ്ത് ഇത്രക്ക്? ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ ഞാൻ പറഞ്ഞൊന്ന് കേൾക്കാവോ? നിങ്ങൾ ഞാൻ പറഞ്ഞൊന്ന് കേക്ക്. നിങ്ങൾ വിഷ്ണു കുറച്ച് മച്ചാമാരും കൂടെ ഒപ്പിക്കാം. പുതിയ സ്റ്റീം ഇറങ്ങിയിട്ടുണ്ട്. നോക്കിട്ട് അഭിപ്രായം പറ. പിന്നെ എന്തിനാണ്ടാ വിളിക്കുന്നത്? വിഷ്ണു, നീ എന്തായി ചെയ്യുന്നേ? ഒന്നുമില്ല ടീച്ചറെ. ഒന്നുമില്ലേ? നീ എന്തോ കുട്ടികൾക്ക് കൊടുത്തേ? ഒന്നുമില്ല. നീ എന്ത് പുതിയ കുട്ടികൾക്ക് കൊടുത്തേ? ഒന്നും കൊടുത്തില്ല ടീച്ചറെ. നീ എന്താ ചെയ്യുന്നത്? നിനക്ക് ബോധമുണ്ടോ? നീ ഒരു സമൂഹത്തിനെ മൊത്തം നശിപ്പിക്കുക. നിനക്ക് ആരാ ഇതൊക്കെ തരുന്നേ? പറ, ആരാ നിനക്ക് ഇതൊക്കെ തരുന്നേ? നീ ഇത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇത് കംപ്ലൈന്റ് ചെയ്യും. പോലീസിനെ വിളിച്ച് ഞാൻ കംപ്ലൈന്റ് ചെയ്യും. പറ, ആരാ നിനക്ക് തരുന്നേ? ടീച്ചർ പോലീസിനെ വിളിച്ച് കംപ്ലൈന്റ് ചെയ്യരുത് ടീച്ചർ. അവരെന്നെ ജയിലിലിട്ടിട്ട് തല്ലും, അവരെന്നെ പുഴുങ്ങും. ടീച്ചറെ കാര്യം നോക്ക് ടീച്ചറെ. എന്റെ കുഞ്ഞുങ്ങളെ വെടിതെറ്റിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ലടാ. ഇത്രയ്ക്കാണോ നീ? നിനക്ക് ആരാ തരുന്നേ? ഞാൻ ടീച്ചറുടെ ഒപ്പന പറഞ്ഞു എന്റെ കാര്യത്തിലാണ് പറയാൻ നിൽക്കരുത്. ടീച്ചറെ നോക്കുക കൊല്ലണം. ഈ കുറച്ച് പോലീസിനെ വിളിക്കും മാഷേ. വേണ്ട ടീച്ചറെ, പോലീസിനെ വിളിക്കണ്ട. ഇവനെയൊക്കെ ഇങ്ങനെ വിട്ടാ ശരിയാകത്തില്ല. നിന്നോടല്ല കുറച്ച് നാളായിട്ട് നോട്ടോട്ട് വെച്ചേക്കുവാ. നീ കളിച്ച് ടീച്ചർമാരെ മണ്ടയ്ക്ക് കളിക്കാൻ തുടങ്ങിയോ? നിന്നോണ്ടല്ലോ വെറുതെ കൊടുത്തില്ലേ? വിട് മാഷേ, വിട്. എന്ത് ചെയ്താലും നമുക്കൊക്കെ തന്നെ കുറ്റം. എടാ, അറിവ് പകർന്നു തരുന്ന അധ്യാപകരോട് തന്നെ വേണോടാ ഇങ്ങനെയൊക്കെ കാണിക്കാൻ. നീയൊക്കെ എങ്ങോട്ടായി പോന്നെ? കുറെ പോയിട്ട് കാര്യമില്ല. നമുക്ക് അവന്റെ അച്ഛനെ ഇങ്ങോട്ട് വിളിപ്പിക്കാം. അതാ നല്ലത്. ഇനി അവൻ കുറച്ചോടട്ടെ. ഒരു കുട്ടി വഴിതെറ്റി പോവാൻ ഒരു ടീച്ചർമാരും ആഗ്രഹിക്കത്തില്ല. ഞാനും അത്രേ ചെയ്തുള്ളൂ.
അപ്പൊ നീ എന്നോട് കള്ളോ പറഞ്ഞില്ല? എന്നോട് കള്ളാണ് പറഞ്ഞില്ല. നിങ്ങൾ ഈ വടി എന്ന് താഴെ വെച്ചോ അന്ന് ഈ പുതുതലമുറ വഴിവഴിച്ചു പോയി. നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, നിർത്തിയെടുത്തൊന്ന് തല്ലിത്തുടങ്ങണം. എന്നാലേ യുവമാരെ പോലുള്ളവന്മാരൊക്കെ നന്നാക്കാൻ പറ്റത്തുള്ളൂ. പുതിയ നല്ലൊരു തലമുറ വാർത്തെടുക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് നിങ്ങളുടെ ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ലഹരി പദാർത്ഥം ഉപയോഗിക്കുവാനോ വിൽക്കുവാനോ പാടുള്ളതല്ല. ഇത് നമ്മുടെ രാജ്യത്തെ മൊത്തത്തിൽ നശിപ്പിക്കും. ഇത് അണുബോംബിനെക്കാട്ടിലും വീര്യം കൂടിയൊരു സാധനമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് മക്കളെ നിങ്ങളിത് ഉപേക്ഷിക്കൂ.